ഹായ്, ഇന്ന് നമുക്കൊരു ചൂരമീൻ കറി വെച്ചാലോ? അതിനുവേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകും പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 5 അല്ലി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 5-6 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എണ്ണയിലേക്കിട്ട് നന്നായി വഴറ്റി കൊടുക്കണേ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താണ് വഴറ്റിയെടുക്കുന്നത്. ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നോർമൽ മുളക് പൊടി 1 ടീസ്പൂണും കാശ്മീരി മുളക് പൊടി 1.5 ടീസ്പൂണുമാണ് എടുത്തേക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. പൊടികൾ ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണേ. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്ന ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ഞാൻ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി കൂടി ചേർത്തതിന് ശേഷം പൊടി നന്നായി ഇളക്കി എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളി കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മീൻകറിക്ക് ആവശ്യമായ വെള്ളം നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം പൊടിയും വെള്ളവും കൂടി നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണേ. ആ വെള്ളം തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ചൂരമീൻ നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഓരോന്നായി പെറുക്കിയിട്ട് കൊടുക്കാവേ. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ മീൻ പെറുക്കിയിടാവുള്ളൂ. മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്തതിന് ശേഷം മീൻകറി നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെക്കാവേ. ആദ്യം ഒന്ന് അടച്ചു വെച്ച് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് മൂട മാറ്റി വെക്കാവേ. മീൻകറി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് പാകം അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. മീൻകറിയിലെ വെള്ളം എല്ലാം പറ്റി പാകത്തിന് കുറുകി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവേ.